നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. 23 കൊല്ലക്കാലമായിട്ട് അവരുടെ കൊല്ലാതെ നോക്കുകയാണ്. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ലല്ലോ. അതാണ് പറയുന്നത്. നമ്മൾ ഈ ആളുകളുടെ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടേതായ രൂപത്തിൽ മുന്നോട്ട് പോകും. അതാണ് ചെയ്യേണ്ടത്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ്, തീർച്ചയായിട്ടും വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ടീം ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ സ്പെയിനാണ്. ആ മത്സരത്തിന് മുന്നോടിയായി നടത്തിയിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തോട് ഈ ചോദ്യം വരുന്നത്. എന്താണ് ലോകമെമ്പാടുമുള്ള പോർച്ചുഗലുകാരോട് നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജ്? അതായത് നിങ്ങളുടെ കാലഘട്ടം, ദേശീയ ടീമിലുള്ള കാലഘട്ടം കോൺസ്റ്റൻ്റ്ലി വിമർശനങ്ങൾ വന്നിട്ടുള്ള കാലഘട്ടമാണല്ലോ. നിങ്ങളെ നിരന്തരം പലരും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, 23 വർഷക്കാലമായിട്ട് ഞാൻ ദേശീയ ടീമിലുണ്ട്. 23 വർഷക്കാലവും എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് വിമർശകർ, പറഞ്ഞങ്ങില്ലാണ്ടാക്കാൻ. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അതിന് മറുപടി പറയുക, അതിന് ശ്രദ്ധ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോയിൻറ്റ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്, വേസ്റ്റേജ് ഓഫ് ടൈമാണ്. അപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ മറുപടി പറയാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോ യൂസ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ എൻ്റെ കാര്യത്തിൽ ഈ വിമർശനങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി അതിനോടൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടും, ചില ആളുകൾ കുറച്ച് ഇഷ്ടപ്പെടും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ എനിക്കും എൻ്റെ പ്രിഫറൻസുകളുണ്ട്. എനിക്കിഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ പോർച്ചുഗലുകാരോട് എനിക്ക് എല്ലായ്പ്പോഴും പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും അതിപ്പോൾ പോർച്ചുഗലിലുള്ളവരും ഇവിടെയുള്ളവരും ലോകത്തെല്ലായിടത്തുമുള്ള നമ്മുടെ ലോയൽ ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വീഴാതിരിക്കുക. ക്രിറ്റിസിസങ്ങളിൽ, വിമർശനങ്ങളിലൊന്നും വീഴാതിരിക്കുക. ഇപ്പോൾ പരാജയത്തെ ഇഷ്ടപ്പെടാതിരിക്കുക, നമ്മൾ വർക്ക് ചെയ്യുക. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഓൺ മൈ സൈഡ്. ബാക്കിയെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നവർ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. വിമർശകർ അവരുടെ വഴിക്ക് പോകട്ടെ. ബാക്കി എവറിത്തിങ് എൽസ് ഈസ് ഗാർബേജ്. അത്രയേ ഉള്ളൂ. അത് ഞാൻ കൗണ്ട് ചെയ്യുന്നേ ഇല്ല എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത്. എൻ്റെ ഹെയ്റ്റേഴ്സിന് അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. 23 കൊല്ലം ഞാനിവിടെ കളിച്ചിട്ട് വിമർശനങ്ങളായിട്ടൊക്കെ വരുന്നവരില്ലേ, ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അദ്ദേഹം ഈ 23 കൊല്ലം എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകർ 22 കൊല്ലമായല്ലോ നിങ്ങൾ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ 22 അല്ല 23 എന്ന് ക്രിസ്ത്യാനോ തിരുത്തി പറയുന്നുണ്ട്. വളരെ 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 എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നൊരു മാന്ത്രിക പ്രകടനം ഇന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു. കളിക്കളത്തിൽ മാസ്മരിക പ്രകടനം നടത്തി ക്രിസ്ത്യാനോ എതിരാളികളുടെ വായടപ്പിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു.